തൃശ്ശൂരിലെ ഏറ്റവും വലിയ മാളിപ്പോൾ ഹൈലൈറ്റ് മാളാണ്. രണ്ടാമത്തെ നിലയുടെ മേലെ വരയ്ക്ക് എത്തുന്നുണ്ട് സംഭവം. 2-3 ഫ്ലോറായിട്ട് നമുക്കിവിടെ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളത്. ഇപ്പോൾ ഡ്രീം വേൾഡ് ഹാപ്പിനെസ് എന്ന നമ്മുടെ ഈ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരിലെ തന്നെ ഏറ്റവും വലിയ മാളായ നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്കാണ്. അപ്പോൾ ഇത് തുറന്നിട്ട് ഇപ്പോൾ അധികം നാളൊന്നും ആയിട്ടില്ല. ഡിസംബർ 18-നായിരുന്നു ഇതിൻ്റെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ തൃശ്ശൂരുകാരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഏറ്റവും വലിയ മാൾ ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ. മറ്റുള്ള ആരെങ്കിലൊക്കെ നമ്മൾ ഈ ഭാഗത്തേക്ക് കറങ്ങാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വന്ന് കാണാൻ നോക്കുക. ഇപ്പോൾ തൃശ്ശൂരിലെ ഏറ്റവും വലിയ മാളിപ്പോൾ ഹൈലൈറ്റ് മാളാണ്. ഈ മാള് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കുട്ടനല്ലൂർ തന്നെയാണ്. നമ്മുടെ തൃശ്ശൂരിൻ്റെ ടൗൺ സൈഡായിട്ട് തന്നെ വരും. ടൗൺ സൈഡ് ഒരു ഹൈവേയുടെ ഓരത്തായിട്ടാണ് നമ്മുടെ മാള് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഏകദേശം വന്നത് നമ്മൾ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ്. 22-ാം തീയതിയാണ് ഞങ്ങളവിടെ എത്തിയത്. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്കവിടെ ഒരു ബസ്സും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ക്രിസ്മസ് ആകാൻ വേണ്ടിയിട്ടുള്ള 2 ദിവസം മുന്നേ അവിടെ എത്തിയതുകൊണ്ട് തന്നെ അവിടെ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. അത് വമ്പൻ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും അവിടെ കുറേ ആൾക്കാരും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് കുറേ നേരം ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ബസ്സിൻ്റെ അവിടെ കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയി നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ അടുത്തേക്ക് അവിടെ പോയിട്ട് 2 പിക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ചെറിയൊരു മറ്റേ വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് ട്രീൻ്റെ താഴത്തായിട്ട് നമ്മുടെ മാൻകിടാവൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീൻ്റെ താഴത്ത് പോയി കഴിഞ്ഞിട്ട് നമ്മൾ മേലെ നോക്കിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നിലയുടെ മേലെ വരയ്ക്ക് എത്തുന്നുണ്ട് സംഭവം. അപ്പോൾ വലിയ ഏറ്റവും വലുതൊക്കെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് തന്നെ കുറേ ആൾക്കാർ മേലത്തു നിന്നും താഴത്തു നിന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ തിരക്കും കാര്യങ്ങളും ഗ്യാപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനും എടുത്ത ഒരു 5-6 ഫോട്ടോസും ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ പതുക്കെ നമുക്ക് താഴത്തു നിന്ന് മേലേക്കുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്കിനി നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ് എന്ന് പറയുന്നത്. 2-3 ഫ്ലോറായിട്ട് നമുക്കിവിടെ തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ താഴത്തേക്കും നമ്മൾ ഫ്രണ്ടിലോട്ടുള്ള എൻട്രൻസിൽ വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. താഴത്തെന്ന് പറഞ്ഞാൽ ഇതേപോലെ ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ ബസ്സും കാര്യങ്ങളും പിന്നെ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ താഴത്ത് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ന്യൂ ഇയർ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ മുൻകൂട്ടിയിട്ടുള്ള ഒരു ഇനാഗ്രേഷൻ നടത്തിയതാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരു 50% മാത്രമാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള കടകളായാലും ഷോപ്പുകളായാലും മറ്റുള്ള സൗകര്യങ്ങളായാലും ഓപ്പൺ ചെയ്യൽ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ച് ലോങ് വന്നതിന് ശേഷം ക്രിസ്മസ് ട്രീ മൊത്തത്തിലായിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ലണ്ടൻ ബസ്, അതിൻ്റെ പേര് ചെയ്തിരിക്കുന്നത് ലണ്ടൻ ബസ് എന്നാണ്. അപ്പോൾ ലണ്ടൻ ബസ്സിൽ കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൈ കാണിച്ചിട്ട് വണ്ടി നിർത്താതെ അതങ്ങോട്ട് പോയി. അപ്പോൾ വന്ന് എന്തായാലും അവിടുത്തെ തിരക്കും കാര്യങ്ങളും ഒഴിഞ്ഞിട്ടുണ്ടായിരിക്കും അറിയാമല്ലോ. അപ്പോൾ നേരെ ബസ്സിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ആ ബസ് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോറിലുള്ള കൂടെ അവിടെ നിങ്ങൾ ചെറിയൊരു റൗണ്ട് അടിക്കും. ചെറിയ കുട്ടികളെയാണ് മെയിനായിട്ട് കയറ്റാറ്. അതിൻ്റെ ഉള്ളിൽ പിന്നെ വലിയ ആൾക്കാർ 1-2 പേരുണ്ട്. അതെനിക്ക് അവിടുത്തെ സ്റ്റാഫുകളാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ മൊത്തത്തിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയുടെ പിന്നാലെ പോയി. അപ്പോൾ അവിടുന്ന് കാണുന്ന ഒരു ഷോപ്പ് കൂടിയാണത്. ഇത് താഴെ തന്നെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഷോപ്പും കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് നമ്മൾ നേരെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബസ്സിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടുന്ന് പതുക്കെ അതിൻ്റെ അടുത്ത് അവിടെ പിള്ളേരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബസ് നിർത്തി കഴിഞ്ഞപ്പോൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിൻ്റെ ഗ്ലാസ്സിലൊന്ന് ടച്ച് ചെയ്തിട്ടൊന്ന് തള്ളി നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് കുപ്പിയുടെ ഗ്ലാസും കാര്യങ്ങളായിരുന്നില്ല. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് മറ്റുള്ളവർക്ക് എല്ലാവർക്കും സേഫ്റ്റിയും കാര്യങ്ങൾ തന്നെയാണ്. അത് നമുക്ക് ഫൈബർ പോലത്തെ സംഭവമാണ്. നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ബൾജായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. താഴത്തെ കാഴ്ചകളും കണ്ടിട്ട് ഞങ്ങൾ നേരെ മേലോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ എക്സേറ്റർ നമുക്ക് എന്തായാലും പോകാൻ വേണ്ടി പറ്റത്തില്ല, വീൽ ചെയർ ആയത് കൂടെ കയറത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നേരെ ലിഫ്റ്റിൻ്റെ അവിടേക്ക് പോയി. ലിഫ്റ്റിൻ്റെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സേറ്ററിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ലിഫ്റ്റും ഉള്ളത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ എക്സേറ്റർ കൂടെയാണ് യാത്ര ചെയ്യുക, മേലേക്ക് പോകാറും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ താഴത്തേക്ക് വന്നിട്ട് നേരെ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സാധനം എത്തിയപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മേലോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ ദപ്പ കാണുന്നത് വേറൊന്നുമല്ല, അതെന്ന് പറയുന്നത് നമ്മുടെ മസാജിങ്ങിൻ്റെ സംഭവങ്ങളായിട്ടാണ്. അപ്പോൾ നമുക്ക് വല്ല ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ മസാജിങ് പോലെ ആയിരിക്കും. പിന്നെ ബോഡി പെയിൻ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് സുഖമായിട്ടൊന്ന് മൈൻഡിന് റീഫ്രഷ് ആയിട്ട് കിടക്കാനും ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ പോയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മസാജിങ്ങിൽ കിടന്നാൽ മതി, നമ്മുടെ ബോഡി ഒന്ന് റീഫ്രഷ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ അവിടെ നിന്ന് തിരക്കുകളും കാര്യങ്ങളും കണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ കയറലും ഇറങ്ങലൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ അടുത്തതായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസുകൾ കിട്ടുന്ന നമ്മുടെ ഈസി ബൈൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള മൊത്തത്തിലായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊന്നും അപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ആദ്യം എൻട്രൻസ് കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് നമുക്ക് കുറേ ലേഡീസിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ കുറേ പേര് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് റേറ്റ് ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട, എല്ലാം നോർമലായിട്ടുള്ള കുറേ റേറ്റുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. 699 രൂപ, 499 രൂപ അങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ല 799 രൂപ എന്നൊക്കെ. അപ്പോൾ നോർമലായിട്ടുള്ള സാധാ പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പിൻ്റെ അതുപോലെ തന്നെ ബാഗിന് സെക്ഷൻസുകൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡ്രസ്സിൻ്റെയാണ്, കുട്ടികളുടെ ഡ്രസ്സുകൾ കാര്യങ്ങൾ അങ്ങനത്തുള്ള സെക്ഷൻസ് ആയിരുന്നു. അപ്പോൾ സെക്ഷൻ ബൈ ആയിട്ടാണ് ഓരോന്നായിട്ട് കളക്ട് ചെയ്തിട്ട് മറ്റു ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ തന്നെ നമുക്കിപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി നടന്നു പോകുമ്പോൾ തന്നെ ഒരു കാണുന്ന കാഴ്ചകൾ തന്നെ നല്ല രസമുള്ളൊരു ടൈം പാസ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഇവിടെ നമ്മുടെ ബോയ്സിൻ്റെ ഡ്രസ്സുകൾ, ബനിയൻസ്, ഷർട്ടുകൾ, പാൻസ് അങ്ങനത്തുള്ള ഐറ്റംസുകളും കാര്യങ്ങളാണ്. എല്ലാം നോർമൽ റേറ്റൊക്കെ തന്നെയാണ്. താഴത്തെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്ക് പോയി. അവിടുത്തെ ഫുഡിൻ്റെ സെക്ഷനിലാണ് പോയത്. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് കൊണ്ട് മേലേക്ക് പോയതായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിച്ചത് വേറൊന്നുമല്ല. അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ ഷോപ്പിൻ്റെ അവിടെ ഒടുക്കത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെയും നമുക്ക് ഗെയിമിംഗ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോണതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പല ഷോപ്പുകളും ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഇനി ഷോപ്പുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കോർണറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ തിരക്ക് തന്നെയായിരുന്നു. ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് പോലും നമുക്ക് കിട്ടുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വന്നിരിക്കലും കാര്യങ്ങളൊക്കെയാണ്. നമ്മളപ്പോൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് സാധനം വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ പിന്നെ പോകില്ല. എവിടെയും ഷോപ്പുകൾ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേസും കാര്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെയും കുറേ ഇരിക്കുന്ന സെറ്റപ്പുകളും ഫുഡിൻ്റെ ഐറ്റംസുകളും അങ്ങനെ വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഗെയിമിംഗ് സെക്ഷനും കൂടി സ്റ്റാർട്ട് ചെയ്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇനിയും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു തന്നെ. ഇതിപ്പോൾ എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ 2 മാസത്തിനുള്ളൊക്കെ ഫുള്ളായിട്ട് ഓപ്പൺ ആകുമെന്നാണ് തോന്നുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ സെക്ഷനിലുള്ള കൂടെ നടുവ് കൂടെ ഇങ്ങോട്ട് നടന്നു എവിടെയെങ്കിലും സീറ്റിംഗ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഫുഡ് കോർണറിൻ്റെ അവിടെ എല്ലാവിടെയും ഫുൾ തിരക്കാണ്. നമുക്കിപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അട്രാക്ഷനായി തോന്നിയത് ഫുഡ് കോർണറിൽ നമുക്ക് ഔട്ടറായിട്ട് വന്നിരുന്നിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് അതിൻ്റെ ഉള്ളിലല്ല, നമുക്ക് വെളിയിൽ വന്നിരുന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഹൈവേയുടെ ഓരത്തായിട്ടാണ് നമ്മുടെ ഇതുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് വേറൊന്നുമല്ല, നമ്മുടെ 2027 തൃശ്ശൂർ കുന്നംകുളത്ത് തുടങ്ങാൻ വേണ്ടി പോകുന്ന ഹൈലൈറ്റ് മാളിൻ്റെ മിനിയേച്ചറാണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കാരണം പറഞ്ഞാൽ മേലെയാണ് പാർക്കിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ കളിക്കാനുള്ള ഫുട്ബോൾ പ്ലേസ്, അതിൻ്റെ ക്രിക്കറ്റിൻ്റെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ മേലെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മിനിയേച്ചറാണ്. അവിടെ അത് വിവരിച്ച് തരാൻ വേണ്ടി 2 ചേട്ടന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങൾ പതുക്കെ താഴത്തോട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ താഴത്തേട്ട് പോയി. ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ വേണ്ടി ഒന്നുമില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ചെയ്ത് നിൽക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം പിടിക്കും. ഞങ്ങൾ നൈറ്റായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് പാലക്കാട് എത്തേണ്ട കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ കഴിക്കാൻ വേണ്ടി ഒന്നുമില്ല, ഞങ്ങൾ വെളിയിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ കാണിച്ചിരുന്നത് വേറൊന്നുമല്ല, ഇവിടുത്തെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊന്നും ഓപ്പണും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ്. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം എല്ലാവിടെയും ഫ്ലക്സ് വെച്ച് മൂടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാവിടെയും പുതിയ ഷോപ്പുകളും കാര്യങ്ങളും വരാനുള്ള സംഭവങ്ങളാണ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിലൊക്കെ ഉണ്ടല്ലേ, അവിടെയൊക്കെ പുതിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇനി വരാൻ വേണ്ടി ഇരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ മാക്സിലേക്ക് പോയി. മാക്സിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മാക്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ഒരു 2 പിക്കും എടുത്തിട്ട് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിൻ്റെ ഉള്ളിലത്തെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇവിടെയും അത്യാവശ്യം നല്ലൊരു തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തിരക്കിൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ നൈറ്റാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നൈറ്റിലുണ്ടായിരുന്ന തിരക്കും കാര്യങ്ങളാണ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പോയി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സെക്ഷൻസിൽ കണ്ടില്ലേ ബനിയൻസ്, അതുപോലെ തന്നെ പാൻസ്. പോണ വഴിക്ക് കാണാണ്ട് ഇപ്പോൾ തലേന്ന് ജീവിട്ട് പിന്നെയും അങ്ങോട്ട് പോയി. നമുക്ക് നല്ല കളക്ഷൻസും പിന്നെ ഓവർ റേറ്റ് എന്നൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല, സാധാ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആ വഴിക്ക് പോകുകയെന്നുണ്ടെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ എടുക്കാൻ വേണ്ടി നോക്കുക. എടുക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ എല്ലാം നോക്കിയിട്ട് വരാമെന്നേ. നമുക്കിപ്പോൾ നോക്കണതിനിപ്പോൾ കാശ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ റേറ്റ് പ്രൈസ് കണ്ടില്ല, 1799 രൂപയാണ് ആ ഡ്രസ്സിന് വരുന്നത്. അപ്പോൾ ഏകദേശം ആ സെക്ഷനിൽ വരുന്നതൊക്കെ 1799 രൂപേൻ്റെ സംഭവങ്ങളൊക്കെ തന്നെയാണ്. പീറ്ററിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ബ്രാൻഡുകളുടെ ഷർട്ടുകളുടെ കാര്യമുണ്ടോ പറയുന്നത്. ഇതിൻ്റെ താഴത്ത് വരുന്ന ഷർട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ അപ്പുറത്ത് വരുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് എടുക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കുക, ഇവിടെ നിന്ന് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുക. നോക്കുകയെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് മിണ്ടാതെ അവിടെയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് അടിച്ച് പൊളിച്ചിട്ട് പോവുകയാണെങ്കിൽ പോയിട്ട് വരാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മളതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് സെക്ഷൻസ് കണ്ടില്ലേ ഡ്രസ്സുകളുടെയും കാര്യങ്ങളിലേക്ക് ആയിട്ട്. ഇപ്പോൾ അതൊക്കെ ചുമ്മാ ഒരു കറങ്ങാമെന്ന് വിചാരിച്ചത് മൊത്തത്തിലായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ അവിടുത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു.
അപ്പോൾ നമ്മളിപ്പോൾ പതുക്കെ ഇങ്ങനെ കറങ്ങി എൻ്റെതാ ക്യാമറ പിടിച്ച് വരുന്ന നമ്മുടെ ജിഷ്ണു ഇപ്പോൾ പതുക്കെ ബാക്കമ്മേൽ വരണേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞൊക്കെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചെരുപ്പിൻ്റെയും കാര്യങ്ങൾ തന്നെ ഷൂസിൻ്റെയും കാര്യങ്ങളൊക്കെ സെക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കണ്ടില്ലേ. അപ്പോൾ കുട്ടികളുടെ സെക്ഷൻസാണ് ഇതിപ്പോൾ പറഞ്ഞാൽ ടെഡി ബിയേഴ്സ് കാര്യങ്ങൾ, പിന്നെ ഒരുപാട് ഐറ്റംസുകൾ നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, ഒരുപാട് ഐറ്റംസുകൾ, പിന്നെ കമ്മൽ വള അങ്ങനത്തെ ഉള്ള ഐറ്റംസുകൾ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ കുറച്ച് വരുമ്പോൾ ഇപ്പോൾ അതിൻ്റെ കളക്ഷൻസ് മാത്രമായിരിക്കും, പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികളുടെ കളക്ഷൻസ്, ജെൻസിൻ്റെ കളക്ഷൻസ്, ലേഡീസിൻ്റെ കളക്ഷൻസ്, അങ്ങനെ കാറ്റഗറായിട്ട് ഓരോന്നായിട്ട് തിരിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ചുമ്മാ നമ്മളിങ്ങനെ ചുറ്റും അങ്ങോട്ട് കൂടെ ഒക്കെ കറങ്ങിയ ശേഷം നേരെ വെളിയിലേക്ക് പോകാൻ വേണ്ടി വന്നു. പിന്നെ വെളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ആൾക്കാർക്കിടയിൽ വരുന്നതുകൊണ്ട് പതുക്കെ പോയിട്ട് നമ്മൾ പതുക്കെ വെളിയിലേക്ക് പോയി. നമുക്ക് ഇവിടുന്ന് നേരെ ഇനിയിപ്പോൾ ഇതും കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണമെങ്കിൽ. വീട്ടിലേക്ക് ഇവിടെ നിന്നിപ്പോൾ ഒരു 1.5-2 മണിക്കൂറിൻ്റെ അടുത്ത് യാത്ര ഉണ്ടാകും. പാലക്കാടാണ് നമ്മുടെ വീട്. ഇതിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂരാണല്ലോ. പിന്നെ ഈ ഹൈലൈറ്റ് മാളുള്ളത് വേറെ എവിടെയല്ല, നമ്മുടെ തൃശ്ശൂർ കുട്ടനല്ലൂരാണ്. അപ്പോൾ അത് മറക്കരുതായിരുന്നു. തൃശ്ശൂർ തന്നെ ഇത് കൂടാതെ കുറേ മാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളതിൽ ഏറ്റവും വലിയ മാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈലൈറ്റ് മാൾ തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മറ്റേ 50% ഷോപ്പുകളും കാര്യങ്ങളും മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രസ്സിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ള സെക്ഷൻസാണ് മെയിനായിട്ട് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല. അപ്പോൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ പുതിയ ഷോപ്പിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റേ കുറേ ഷോപ്പുകളും കാര്യങ്ങളും, അതുപോലെ തന്നെ മൾട്ടിപ്ലക്സിൻ്റെ 6 സ്ക്രീനുള്ള നമ്മുടെ 6 സ്ക്രീനുള്ള തിയേറ്ററും കാര്യങ്ങളും അങ്ങനത്തെ സൗകര്യങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു 2 മന്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ഓപ്പണിങ് എന്തായാലും ഉണ്ടായിരിക്കും. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയർ ക്രിസ്മസ് പ്രമാണിച്ച് അവർ മുൻകൂട്ടി ഇനാഗ്രേഷൻ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഇവിടെ കാണാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് എന്തായാലും വീട്ടിൽ പോകാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങി. അല്ലോട്ടെ നിങ്ങളൊരു ഫോൺ അടിക്കി. മതി, 2 ഫോൺ അടിക്കി. അപ്പോൾ ലണ്ടൻ ബസ്സിൻ്റെ ബാഗിലൂടെ നമ്മൾ വെളിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ഹോൺ അടിച്ച് കളി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വെളിയിലേക്ക് പോകാൻ വേണ്ടി നിന്നു. അപ്പോൾ ഏകദേശം സമയം ഒരു 10 മണി ആകാറായിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അവിടുത്തെ ഏറ്റവും വലിയ മാള്. അപ്പോൾ നിങ്ങൾ പറ്റുകയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇപ്പോൾ എന്തായാലും ക്രിസ്മസ് ലീവും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് വരാൻ വേണ്ടി നോക്കുക. മാളുടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇവിടെയല്ല സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ദൂരത്തായിരുന്നു. ഞങ്ങൾ വരുന്ന ടൈം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വണ്ടി ഇവിടെ കയറ്റാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക, അവനെ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുക. പിന്നെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സി യു, സൈനിങ് ഓഫ്, രാഹുൽ.